ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വൺ ബ്ലോഗ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇന്നെ കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ പുതിയൊരു സ്കിൻ അങ്ങോട്ട് ഉണ്ടാക്കി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ. സ്കിന്ന് വലിയ ഇതൊന്നുമില്ല, ബാക്കിൽ MR എഴുതിയിട്ടുണ്ട്, മിസ്റ്ററിന്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മൈൻക്രാഫ്റ്റ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് മൈൻക്രാഫ്റ്റ് ഇപ്പോൾ സാഡിലും ക്രാഫ്റ്റ് ചെയ്യാനുള്ള റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഹാപ്പി കാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ട്രീ ഫാമും ഒരു അനിമൽ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ട്രീ ഫാമിന് ഞാനിതാ മൊത്തം ഇത്രയും വുഡ് എടുത്ത്, അപ്പോൾ ഞാനത് ഇനിയും ഫാർം ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഫാർം ചെയ്യാൻ വുഡ് വളരാൻ കുറേ സമയമാണ്. അപ്പോൾ വുഡ് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ബോൺ മീൽ വേണം. ബോൺ മീൽ കിട്ടണമെങ്കിൽ ബോൺ വേണം. ബോണ് കിട്ടണമെങ്കിൽ സ്കെലിറ്റൻ വേണം. സ്കെലിറ്റന് കിട്ടാൻ സ്കെലിറ്റൻ സ്പോണാവണം. അതൊക്കെ സ്പോണാക്കാൻ നമുക്കൊരു സ്പോണർ വേണം. അതായത് നമ്മളെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കെലിറ്റൻ ഫാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് 2-3 എപ്പിസോഡ് മുമ്പേ ഒരു സ്കെലിറ്റൻ്റെ സ്പോണറും ഒരു സ്പോൺ എഗ്ഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്നൊരു സ്കെലിറ്റൻ സ്പോണർ തന്നെ ഉണ്ടാക്കാം. അതായത് ഒരു സ്കെലിറ്റൻ ഫാം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ ഈ സൈഡിലേക്കായിട്ട് ഉണ്ടാക്കണേ. ഇത് XP ഫാം അല്ല, ഇത് ഓട്ടോമാറ്റിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം XP ഫാം ഞാൻ ആ ഭാഗത്ത് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് എന്താ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ കമൻ്റൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു പണി ചെയ്തു. ഈ ഭാഗത്ത് ഞാൻ ഫുള്ള് ഓട്ടോമാറ്റിക് ഫാം ആക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കത് ഈ ഭാഗത്ത് ആക്കാം. പിന്നെ ഞാൻ ഇവർക്കുള്ള പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വലിയ കമൻ്റൊന്നും വന്നില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. ഇവർക്കുള്ള പേരൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കുക. അപ്പം നമുക്ക് ആ ഓട്ടോമാറ്റിക് ഫാം ആണ്ട് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ 2ാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സർക്കിൾ വരച്ചിട്ട് അവിടെ ഇൻഫിനിറ്റ് വാട്ടറും പിന്നെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ അങ്ങനത്തെ കുറേ കുഞ്ഞു ഫാമുകളില്ലേ, അത് കൂടി ഞാൻ ഇന്നത്തെ ഗോളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ 3ാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രോപ്പ് ഫാം നമുക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ ഫുഡില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ഫാം ഉണ്ടെങ്കിൽ ഫുഡൊന്ന് സെറ്റാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗോളായ സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് 2ാമത്തെ ഗോള് ചെയ്യണം. കാരണം സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ 2ാമത്തെ ഗോളിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് 2ാമത്തെ ഗോളിനുള്ള ഐലൻഡ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ സർക്കിൾ വരച്ചിട്ട് നമ്മൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. പിന്നെ ഇവിടെ വാട്ടർ സോഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് 8 സ്റ്റേക്കോട്ടോ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് നേരെ ഈ വഴി വന്ന്, പിന്നെ അവിടെ ഉണ്ട് കേട്ടോ വഴി, അങ്ങനെയും പോവാം. പക്ഷേ ഹോം ഐലൻഡിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണിത്. നേരെ ഈ വഴി വന്നിട്ട് ഇങ്ങനെ പോയി നമ്മുടെ സ്റ്റോറേജ് റൂമിലേക്ക് പോയി ഇങ്ങനെ കയറുക. പക്ഷേ നമ്മൾ അത് ഫുള്ള് ഞാൻ ഈ ഫർണസിൽ ഇട്ട് സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയും സ്റ്റോൺ ഉണ്ട്. നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു 2 ചെസ്റ്റ് എടുക്കുക. ഇവിടെ 2 ചെസ്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഫുള്ള് ഈ പെട്ടിയിൽ വെക്കുക. അപ്പോൾ നമുക്ക് സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കാൻ സ്റ്റോൺ ബ്രിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോൺ ബ്രിക്സ് വെക്കാം. നമ്മുടെ ഉള്ള അയേൺ എടുത്തിട്ട് ഒരു ചെസ്റ്റ് എടുക്കുക, ഒരു സ്ലാബ് എടുക്കുക, പിന്നെ ഈ സ്പോണഗ് എടുക്കുക, മോൺസ്റ്റർ സ്പോണർ എടുക്കുക. ഒക്കെ ഈ ചെസ്റ്റിൽ വെക്കുക. ഞാൻ ഈ ചെസ്റ്റ് എന്തിനടുത്ത് വെച്ചാൽ ഒരു ഹോപ്പർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനൊരു ഹോപ്പറും കൂടി ഉണ്ടാക്കട്ടെ. ഓക്കെ, നമ്മൾ ഈ സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഗാദർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്കെലിറ്റൻ ഫാം ഉണ്ടാക്കാം. ആ ഫാം എന്ന് പറയുന്നത് XP ഫാം അല്ല, ഓട്ടോമാറ്റിക് ഫാമാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഫാമൊക്കെ ഈ സൈഡിലേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇവിടുത്തെ ഫെൻസൊക്കെ ഓട്ടിച്ച് സർക്കിളും വരച്ചിട്ട് ആ ഫാം ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, ഞാൻ ചത്തു ഗായ്സ്. സംഭവം എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാനിവിടെ സർക്കിൾ വരയ്ക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങാത്ത കാരണം ആ
ഫാൻ്റെ വന്ന് എന്നെ ഇടിച്ച് ഗൈസ്. അങ്ങനെ ഞാൻ തീർന്നു. എൻ്റെ ഐറ്റംസൊക്കെ പോയി. ഭാഗ്യത്തിൽ ഞാൻ അതിലുള്ള എല്ലാ ഐറ്റംസും എടുത്തില്ല. പക്ഷെ കുറേ സ്ലാബും എന്തൊക്കെയോ പോയി. ഓക്കെ ഗൈസ്, നമ്മുടെ സ്കെൽട്ടൻ ഫാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം തന്നെ കുറേ ആൾക്കാർ വന്ന് ചാവുന്നുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്. ഞാൻ ഇവിടെ ക്യാമ്പ് ഫയർ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചാവും. അവരുടെ ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ 23 ബോണും 25 ഏരോ കിട്ടിയിട്ടുണ്ട്. ബോ കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ. ബോൻ്റെ ആവശ്യമില്ല, നമുക്ക് ഏരോൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് അടുത്തത് ചെയ്യാനുള്ള ഒരു ക്രോപ്പ് ഫാമാണ്. ക്രോപ്പ് ഫാം ഞാൻ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടാക്കണം. ഈ ഫാമിങ് ഏരിയക്ക് പോവാണ്. ഈ ഭാഗത്ത് ഓട്ടോമാറ്റിക് ഫാമും ഈ ഭാഗത്ത് മാനുവലായിട്ടുള്ള ഫാമാണ്. അപ്പോൾ ക്രോപ്പ് ഫാം ഞാനിതാ ഈ ഭാഗത്തേക്കായിട്ട് ഉണ്ടാക്കണത്. ഈ ഓക്ക് മരത്തിൻ്റെ ഇവിടുന്ന് വന്നിട്ട് ഈ സൈഡിലേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് സ്കെൽട്ടൻ ചാവണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഗായ്സ് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ഓക്കിൻ്റെ ഫാമിൻ്റെ അവിടെ ചെയ്യണില്ല, പകരം ഈ സ്പ്രൂസ് ഫാമിൻ്റെ അവിടെ ആ ഭാഗത്തേക്ക് ചെയ്യാണ്. കാരണം ആ ഭാഗത്തേക്ക് ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള ബിൽഡൊക്കെ കൊണ്ടുവരാൻ പണിയാവും. ലൈക്ക് സ്റ്റോറേജ് റൂം അങ്ങനത്തെ ബിൽഡ് ഞാൻ പറഞ്ഞിരുന്നില്ല, സൂപ്പർ സ്മെൽറ്റർ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കേണ്ടിന്. അതൊക്കെ ഞാൻ അവിടുന്ന് ഈ സൈഡിലേക്കൊക്കെ ആയിട്ടാവും ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ക്രോപ്പ് ഫാം ഉണ്ടാക്കിയാൽ അതും കൂടി കണക്ട് ചെയ്യേണ്ടി വരും. അത് വേണ്ട വെച്ചിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാം. നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ കുറ്റമല്ല. ഒക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്തിട്ട് ക്രോപ്പ് നടണം. പിന്നെ ഈ ഫാം ഞാൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യും. ഇന്ത്യയിൽ ഡേർട്ടില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കണ്. ഇങ്ങനത്തെ ഒരു ഫാമാണ്. ഇതിങ്ങനെ ഉയരം കൂടിയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് പോലെ ഫാമാണ്. എന്തായാലും നമുക്കിവിടെ ചെയ്തിട്ട് ക്രോപ്സൊക്കെ നടാം ഗൈസ്. ഇനി ഞാൻ അവിടെ ബോൺവീൽ ചെയ്തിട്ട് കുറേ വീറ്റും ക്യാരറ്റും, ഒരു സ്റ്റാക്ക് വീറ്റും, ഒരു സ്റ്റാക്ക് ക്യാരറ്റും, ഒരു സ്റ്റാക്ക് ബീട്രൂട്ടും, ഒരു സ്റ്റാക്ക് പൊട്ടറ്റോ ആക്കിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ബോൺവീൽ ചെയ്ത് ക്രോപ്സൊക്കെ സെറ്റാക്കി. പക്ഷേ ഒന്നും അധികം ആയിട്ടില്ല. ഒരു സ്റ്റാക്ക് വീറ്റും 5 വീറ്റുമാണ് കിട്ടിയത്. 45 ക്യാരറ്റും. അതൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ ബോണ് കഴിഞ്ഞു, ബോൺ വീല് കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ AFK നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ ആയി കഴിയുമ്പോഴത്തേനും വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ഇവിടെയുള്ള ബിൽഡൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.